എന്തുകൊണ്ടാണ് കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി, അച്ഛൻ മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കല്യാണം നിശ്ചയിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ കുറി അടിച്ചു വിതരണം ചെയ്തു, കല്യാണത്തിനുള്ള പൈസ ആയിട്ടില്ല. അതേപോലെ വീട് പണി അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പൈസയൊന്നുമില്ലാതെ പക്ഷേ വീട് കയറി താമസിക്കാനുള്ള ഡേറ്റും ഫിക്സ് ചെയ്തു. ആ ഫിക്സ് ചെയ്യുമ്പോൾ അയാളതിൽ പൈസ ഇല്ല. ഞാൻ പറയുന്നു ഇത് രണ്ടും നടന്നിരിക്കും. അദ്ദേഹം ആഗ്രഹിച്ച പോലെ ആ കല്യാണം നടക്കും, അദ്ദേഹം ആഗ്രഹിച്ച പോലെ ആ വീട് പണി നടക്കും. എന്താ കാരണം എന്നറിയാം? ഒന്ന്, ആ ഡേറ്റ് ഫിക്സ് ചെയ്ത ഉടനെ ഇയാൾ ഇമാജിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ മോളിങ്ങനെ കല്യാണ മണ്ഡപത്തിൽ നിൽക്കണ രംഗം അയാളെ മനസ്സിലുണ്ടാവും. വീട്ടിലെ ആളുകൾ വരുന്നതും വീട് പണി പൂർത്തിയായിട്ട് ആ സന്തോഷം മനസ്സിലുണ്ടാവും. പിന്നെ അയാൾക്ക് ഈ കഴിവുണ്ടാവും. എന്തിനുള്ള കഴിവ്? ചോദിക്കാനുള്ള കഴിവ്. ഒരു മടി ഉണ്ടാവില്ല കാര്യങ്ങൾ ചോദിക്കാൻ. ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് പൈസ ചോദിക്കണമെങ്കിൽ പൈസ ചോദിക്കുക, സഹായം ചോദിക്കണമെങ്കിൽ സഹായം ചോദിക്കാനുള്ള ആ സ്കില്ല് അയാൾ ഉണ്ടാക്കിയെടുക്കും. കാരണം അയാൾക്ക് ചെയ്തേ പറ്റൂ. ഇതേപോലെ ജീവിതം ഇങ്ങനെ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആവരുത്. മനുഷ്യന്മാർക്കൊക്കെ വേണ്ട ഒരു സ്കില്ലാണ് എന്ത്? ആ ചോദ്യം ചോദിക്കാനുള്ള സ്കില്ല്, വേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള സ്കില്ല്. ചോദിക്കുക, വേണ്ടതൊക്കെ ചോദിക്കുക. പൈസ വേണമെങ്കിൽ ചോദിക്കണം, സ്നേഹം വേണമെങ്കിൽ ചോദിക്കണം, നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കണം. ചോദിക്കാൻ ഒരു മടി വിചാരിക്കരുത് കേട്ടോ. ഞാൻ എഡിറ്ററല്ല കേട്ടോ, അതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ചോദിക്കണം. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ചോദിക്കാൻ മടിച്ചിട്ട് എത്രയോ അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്, പറയാൻ മടിച്ചിട്ട് എത്രയോ കാര്യങ്ങൾ കിട്ടാതിരുന്നിട്ടുണ്ട്. എല്ലാവരും ചോദിക്കും. സുരാജ് വെഞ്ഞാറമൂട്, അയാൾ ഇന്ത്യയിലെ ബെസ്റ്റ് നടനായിട്ട് അവാർഡ് കിട്ടിയ മനുഷ്യനാണ്. ഇപ്പോഴും അയാളൊരു ഇന്റർവ്യൂവിൽ പറയാം, സംവിധായകരെ വിളിച്ച് ചോദിക്കുന്നത്ര എനിക്ക് ചാൻസ് ഇല്ലേ? എന്തിനാ സുരാജ്? മമ്മൂട്ടി ചോദിച്ചിട്ടുണ്ടെന്ന്. മമ്മൂട്ടി സംവിധായകരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഹലോ നമ്മളെ ചാൻസ് അതിലുണ്ടോന്ന്. മമ്മൂട്ടിക്ക് ചാൻസ് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ലതും മടിക്കണോ ചോദിക്കാൻ? ചോദിക്കൂ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കൂ. പവർഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, വലിയ ചോദ്യങ്ങൾ ചോദിക്കുക, വലിയ ക്വസ്റ്റ്യൻ. മേക്ക് യുവർ ക്വസ്റ്റ്യൻ ബിഗ് എന്നാണ് പറയാം. ചുറ്റുപാടുമുണ്ട് നമുക്ക് വേണ്ട സംഗതികൾ. പണം ചുറ്റുപാടുമുണ്ട് സംഗതി. ചോദിച്ചാൽ കിട്ടും. കടം ചോദിക്കുക എന്നുള്ളതല്ല കേട്ടോ, അതിലൊരു ഫിലോസഫി മനസ്സിലാക്കണം. നമുക്ക് വേണ്ട അവസരങ്ങൾ ചോദിക്കണം, നമുക്ക് വേണ്ട ബിസിനസ് വേണോ ചോദിക്കൂ, കച്ചവടം വേണോ ചോദിക്കൂ, കസ്റ്റമറോട് ചോദിക്കൂ, എന്തും റിലേഷൻഷിപ്പ് ചോദിക്കൂ. ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൃത്യസമയത്ത് ചോദിക്കാതും പറയാണ്ടും കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്. ഞാനത് ഉണ്ടാക്കിയെടുത്ത സ്കില്ലാണ്. ഐ വിൽ ആസ്ക് പീപ്പിൾ. ഓക്കെ, അപ്പോൾ എയ്മറിലെ കുട്ടികളുടെ അടുത്ത് സംസാരിച്ച വീഡിയോ ആണ്. എയ്മറിലെ കുറച്ച് കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തും കേട്ടോ. അതിനി എല്ലാ വീഡിയോയിലും ഉണ്ടാവും. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ പ്രത്യേകതയുള്ള കുറച്ച് ഭാഗങ്ങൾ പരിചയപ്പെടുത്തുക. എയ്മറിനെ കുറിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തൊക്കെ തോന്നിയത് പറഞ്ഞു. 5 വർഷം കോർപ്പറേറ്റ്സിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ വരുന്നത്. ഫീഡിംഗ് ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, കോളേജ് വൈസ് അല്ല പഠിപ്പിക്കണേ. അതിനൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കിട്ടി പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഡസ്ട്രിയിലേക്ക് ഡേ 1 മുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ ഫിറ്റ് ആക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കരിക്കുലം ഡെവലപ്പ് ചെയ്തു. എയ്മറിന്റെ ഒക്കെ ആ ഒരു അപ്രോച്ച് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. സോ എയ്മർ ഇതൊരു ന്യൂ ജനറേഷൻ, ഒരു ന്യൂ ഏജിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഒരു പഠനമുണ്ട് ഇവിടെ. ഇതിങ്ങനെയൊന്നല്ല കുടിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി. എന്തായാലും നമ്മളൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോഴേ 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒന്ന്, അവരുടെ അവിടെ പഠിച്ച കുട്ടികൾ എവിടെയൊക്കെ പ്ലേസ്ഡ് ആയി. 2, അവർക്ക് എത്ര സാലറി CTCയിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഫാക്കൽറ്റികളുടെ നിലവാരമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നേരിട്ട് പോയി ചെക്ക് ചെയ്യണം. ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കാണണം. 5-മത്തേത് സിലബസ്. കണ്ടല്ലോ എയ്മറിൻ്റെ കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ കണ്ടല്ലോ. തിരിച്ചു പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ചോദ്യം ചോദിക്കുക, ആസ്ക്. പവർഫുൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ചോദ്യത്തിൻ്റെ കൂടെ എഫക്റ്റീവായിട്ട് ചോദ്യം ചോദിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ചോദ്യത്തിൻ്റെ കൂടെ കാരണം കൂടി പറയുക. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. എടാ ആ പേപ്പർ ഒന്നും കൊണ്ട് എടുത്തു തന്നേ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കയ്യിൽ അഴുക്കാണ് എന്നും കൂടി പറഞ്ഞാൽ അതിൻ്റെ കാരണമായി. ഹോട്ടലിൽ പാഴ്സൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ചേട്ടാ പെട്ടെന്ന് പാഴ്സൽ തരുമോ എന്നൊരു ചോദ്യമാണല്ലോ. അതിൻ്റെ കൂടെ എൻ്റെ ട്രെയിൻ 2 മണിക്കാണ് എന്ന് പറഞ്ഞാൽ ടപ്പൊന്ന് നടക്കും. പെട്ടെന്ന് പാഴ്സൽ വരുമോ? 2 മണിക്കാണ് എൻ്റെ ട്രെയിൻ, അല്ലെങ്കിൽ കാറ് പുറത്തെടുക്കുന്നുണ്ട്. ഒരു കാരണം കൂടി ആ ചോദ്യത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ പഠിക്കാം. ഓക്കെ ഡീൽ. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക, സ്കില്ലുകൾ പഠിക്കുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ചാനലിൻ്റെ ഒപ്പം പഠിച്ചുകൊണ്ടേ ഇരിക്കുക. താങ്ക് യു.